ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏജൻസീസ് ഓഫ് ദി എഡ്യൂക്കേഷൻ അതിൻ്റെ 2 ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇന്ന് നോക്കുന്നത്. സ്കൂൾ ആൻഡ് സ്റ്റേറ്റ് അതായിരുന്നു നോക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ദ സ്റ്റേറ്റ്. A nation or territory considered as an organized political community under one government. State is responsible for the change in the form of schools according to needs and to establish interrelationship among various agencies of the education. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണെന്ന്. ഒരു സിവിക് പവർ ഓഫ് എ കൺട്രി which has some form of government that is empowered by the legislature to exercise sovereign authority and to rule over its territory. Largest political group organized to rule the people. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് എഡ്യൂക്കേഷണൽ ഏജൻസി ആണെന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സ്റ്റേറ്റിനുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. Role of state in education has been a subject of great controversy. Many held the view that education must be left to the private sector. This is in why education has become the concern of voluntary agencies like trusts, societies and associations. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് എന്ന്. സോ ഫസ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്കൂൾസ്. The state must take into account the educational needs of the people and establish schools for different levels such as primary, secondary and higher secondary to meet the requirements. The state should also coordinate these various institutions in such a way that the various types of investment in education is not wasted. Then second point, making primary education compulsory. നമുക്കറിയാം ഇപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ സ്റ്റേറ്റിൽ അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയണ്ട. അപ്പോൾ അതാണ് പറയുന്നത് പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു കമ്പൽസറി ആക്കി മാറ്റണം എന്ന്. ദ സ്റ്റേറ്റ് മസ്റ്റ് മേക്ക് എഡ്യൂക്കേഷൻ കമ്പൽസറി, ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ at least at the primary stage. This is absolutely necessary not only for the mental development of people but also to materialize the constitutional provision. Hence the state must compel the parents to send their children to school. ഇപ്പോൾ പ്രിൻസിപ്പൽസിനൊക്കെ ഉണ്ട് അവരുടെ ഒരു പർട്ടിക്കുലർ അവരുടെ സ്കൂളിന് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള അങ്ങനെ എന്തോ. അപ്പോൾ അവിടെയുള്ള എല്ലാ വീട്ടിലെയും കുട്ടികൾ, അതായത് പ്രൈമറി സ്റ്റേജ് 6 to 14 ഏജിലുള്ള എല്ലാ കുട്ടികളും സ്കൂളിൽ വരുന്നുണ്ട്. അങ്ങനെ വരാൻ പറ്റാത്തവർ, ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം അവരുടെ പേര് സ്കൂൾ രജിസ്റ്ററിൽ ഉണ്ടാവണം എന്നൊക്കെ നിർബന്ധമുണ്ട്. അപ്പോൾ അതാണ് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി മാറ്റണം എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് ഫിനാൻസ് ഫോർ എഡ്യൂക്കേഷൻ. ദ സ്റ്റേറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഇനഫ് ഫണ്ട്സ് ഫോർ എഡ്യൂക്കേഷൻ ടു ഗ്യാരണ്ടി equality of educational opportunities to all. Special financial help should be given to the socially and financially deprived groups in the form of scholarship, studentships, etc. നമുക്കറിയാം കുറേയധികം ഫണ്ട്സ് നമുക്ക് കുറേയധികം സ്കോളർഷിപ്സുകൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ ഇപ്പോൾ എന്താ പറയുക എല്ലാവരെയും ഒരുപോലെ ആക്കാനായിട്ട് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കുട്ടികളെ. ഇപ്പോൾ ഫുഡിൻ്റെ കേസൊക്കെ ആയാലും നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഫണ്ട്സൊക്കെ സ്കൂളിൽ, അതായത് എല്ലാ കുട്ടികൾക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പ്രിസ്ക്രൈബിംഗ് എയിംസ് ആൻഡ് ഗോൾസ്. The state must prescribe aims and goals of education. As private agencies may have vested interests, the responsibility cannot be assigned to them. ഇപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ഫീസൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഒരിക്കലും അവരുടെ എയിം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഒരു ബിസിനസ് ആക്കി മാറ്റരുത്. അതിന് പകരം എഡ്യൂക്കേഷൻ ഒരു എയിമും ഗോളും ഒക്കെ ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ കരുതിയിട്ടാണ് ആ സ്കൂൾസ് എല്ലാം പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. Prescribing curriculum and textbooks. The state must prescribe curriculum and textbooks for various levels of education with the help of educationists and other learned people. ഇപ്പോൾ കമ്പൽസറി എല്ലാവർക്കും മലയാളം ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചിലയിടത്ത് മലയാളം ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ CBSE സ്കൂളിൽ പക്ഷെ മലയാളം പഠിപ്പിക്കണം, മലയാളത്തിൽ പറയണം, അങ്ങനെയുള്ള കുറേ കേസസുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. മാതൃഭാഷ മലയാളമാണ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സൊക്കെ അതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കരിക്കുലം ടെക്സ്റ്റ് ബുക്സൊക്കെ എന്താ പറയുക വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ട് വേണം അതൊക്കെ സെറ്റപ്പ് ചെയ്യാനാണ്. കൺട്രോൾ
control and guidance. The state must take up the control of education and guidance of individual institution. It must make adequate arrangement for direction and supervision. Providing teachers. 7th point. The state must take up the responsibility of providing qualified and trained teachers. It must organize pre-service and in-service training programs for teachers, administrators and research workers. നമ്മളെല്ലാവരും ടീച്ചേഴ്സ് ആവാൻ പഠിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് പ്രോപ്പർ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ കേട്ടിട്ട് പാസ്സാകണം, എന്നാൽ മാത്രമേ സ്കൂളിൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. അങ്ങനെ ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ടെസ്റ്റേഴ്സ് ഓരോ ക്വാളിഫിക്കേഷൻസ് ഓരോരുത്തർക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിലായിരിക്കണം അവരെ ട്രെയിൻ ചെയ്തും ഒക്കെ കൊണ്ടുവരുന്നത്. അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ്. ദ സ്റ്റേറ്റ് മസ്റ്റ് മെയിൻറ്റെയിൻ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് with the help of academicians and administrators. It must prescribe a minimum standard on the basis of which examination should be conducted at all levels. ഇപ്പോൾ KG സെക്ഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല +2 ലെവലിൽ. കുറച്ചും കൂടി വരുമ്പോൾ എന്താ എക്സാം ലെവൽ തന്നെ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ഓറലി പറയുന്ന ഒരാൾ പിന്നെ അത് എഴുതാൻ തുടങ്ങുന്നു. ചിലപ്പോൾ അത് കാണാപ്പാടെ പഠിച്ചായിരിക്കും ആദ്യമൊക്കെ എഴുതുന്നത്. പിന്നെ അവരുടെ ഭാവനയിൽ അല്ലെങ്കിൽ അവർക്ക് എന്താണോ മനസ്സിലായത് അതാണ് എഴുതുന്ന ഹയർ ക്ലാസ്സസിലോട്ടൊക്കെ വരുമ്പോൾ. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കുട്ടികളുടെ മെച്യൂരിറ്റിക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും അവർ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. Training in citizenship. The state must train young men and women in citizenship. Political training is also essential in a democratic country because political awareness must be created if proper leadership is to emerge. Conducting educational research. The state must conduct research work with a view to solving problems in the field of education. It must encourage educational research and experimentation. ഇപ്പോൾ PhD ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിലാണ് റിസർച്ച് ചെയ്യുന്നത്. ഒരു MH സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷനിലൊക്കെ ആയിരിക്കും റിസർച്ച് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് നമ്മൾ നമ്മുടെ റിസർച്ച് വർക്ക്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസർച്ച് വർക്ക്സ് നടത്തിയാൽ മാത്രമാണ് നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ ഫേസ് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സ് ആണ് അതിനുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്കൂളിനെ കുറിച്ചാണ്. വെരി കോമൺ ടോപ്പിക്കാണ് സ്കൂൾ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാം. ഒരു ഏജൻസി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു വേർഡാണ് സ്കൂള്. The school is the formal agency of education. It is specialized agency which has become quite important for culture and civilization. അതായത് പ്രൈമറി സെറ്റപ്പ് ആണ് എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. ഇതൊരു ഫോർമൽ ഏജൻസിയാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി കൂടിയാണ്. The family alone cannot provide all that is required for the education of that is required for the education of that child. അതായത് ഒരു കുട്ടിക്ക് വേണ്ട, അവിടെ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്താ, സ്കൂളാണ് എന്നാണ് പറയുന്നത്. The school is an institution where the behavior of individual is shaped to prepare him to be effective and functional member of the society. ഒരു നല്ലൊരു വ്യക്തിയായിട്ട്, നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറാനായിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, സ്കൂളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യത്തെ ഇൻ ഏഷ്യൻ ഡേയ്സിലൊക്കെ എങ്ങനെയായിരുന്നു, ഹോം വാസ് ദ ഓൺലി സ്കൂൾ, വീട്ടിൽ തന്നെയായിരുന്നു ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സൊസൈറ്റി ബിക്കം കോംപ്ലക്സ്, ദർ വാസ് നീഡ് ഫോർ ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്പെഷ്യൽ ഏജൻസീസ്. സ്കൂൾസ് വർ ദെൻ ഓപ്പൺ ഫോർ ദ സേക്ക് ഓഫ് efficiency and economy in education. As in the case of with other types of social subsystems, the school also has its own obligation to be fulfilled and objectives to be achieved for the sake of betterment of the society. The school is formal educational agency. Formal, informal എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, സ്കൂൾ is an formal educational agency. എന്താണ് സ്കൂളിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു മൾട്ടിഫേരിയസ് ഫങ്ഷൻ ടു ഡിസ്ചാർജ് ഇൻ ദ മോഡേൺ. ഒത്തിരി അധികം കാര്യങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് വരുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ പീപ്പിൾ ടു സിഫ്റ്റ് ട്രൂത്ത് ഫ്രം ഫാൾസ്ഹുഡ്, ഫാക്ട്സ് ഫ്രം പ്രൊപ്പഗണ്ട ആൻഡ് ടു അപ്ലൈ നോളജ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ് ഇൻ ലൈഫ്. അതായത് ശരി എന്താണ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ശരി എന്താണെന്ന് പഠിക്കാൻ പറ്റുന്നു. പിന്നെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെയൊക്കെയാണ് സ്കൂളിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്.
നമ്മൾ നോക്കുവാണ് ഈ മോഡേൺ ടൈംസിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സ്കൂൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇമ്പാർട്ട് നോളജ് ആൻഡ് ലിബറേറ്റ് ദ ഇൻഡിവിജ്വൽ ഫ്രം ഇഗ്നോറൻസ്. അതായത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ എന്തെങ്കിലും കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ ആ വ്യക്തിയെ, അതായത് ഒരു ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്നതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്താണ്, അവർക്ക് നോളജ് തന്നെ ഉണ്ടായിരിക്കണം. ഡെവലപ്പ് ഓൾ റൗണ്ട് ഹാർമോണിയസ് ആൻഡ് വെൽ അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി. ഏതൊരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല പേഴ്സണാലിറ്റി നമുക്ക് അവരിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഡെവലപ്പ് ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ പവേഴ്സ് ഓഫ് ദ ചൈൽഡ് ടു ദ മാക്സിമം പോസിബിൾ ആൻഡ് ലേ ഫൗണ്ടേഷൻ ഫോർ ഗുഡ് ക്യാരക്ടർ ബേസ്ഡ് ഓൺ സ്ട്രോങ് moral principles. Cultivate social efficiency and civic responsibilities through varied social activities. Adjust the own individual to his physical and social environment. Train for effective democratic life. Identify gifted children and plan for their education. Arrange remedial teaching and compensatory education for backward and socially deprived children. ഇതിനകത്തൊക്കെ എന്താ പറയുന്നത്, നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷൻസ് അല്ലെങ്കിൽ നമുക്കൊരു കൾച്ചറുണ്ട്, അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ. അപ്പോൾ ബെറ്റർ വേ, ഇപ്പോൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു, വിഷു, ഈസ്റ്റർ, അങ്ങനെ ഓരോ സെലിബ്രേഷനിലൂടെയും നമ്മൾ എന്താ നമ്മളുടെ ആ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ആ കസ്റ്റംസ് ഒക്കെ നമ്മൾ അടുത്തുള്ള ജനറേഷനിലേക്ക് നമ്മൾ പാസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു വേയിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്നു. അല്ല ഇനി എന്താ അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അവർക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു തിങ്കിങ് പവർ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് എന്ത് സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ റെമഡിയൽ ടീച്ചിങ് ആൻഡ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. നിങ്ങൾ സ്കൂളിൽ ഇനി ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതായതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റിയേനെ. കുറേയധികം പ്രോഗ്രാംസ് സ്കൂളിൽ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ ഇരുത്തി വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ ഇരുത്തി പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. Developing pupils a spirit of inquiry and experimentation. Promote emotional integration of different groups and classes. Conduct testers and examination and issue certificates. Conserve, transmit, expand and refine the culture of the society. അപ്പോൾ നമ്മൾക്ക് എന്തിനെങ്കിലും കുറിച്ച് വായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് പിന്നെ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. പുള്ളിക്കാരൻ ഒരു സ്റ്റാർ അങ്ങനെ എന്തോ മമ്മൂട്ടിയുടെ ഒരു മൂവിയിൽ അതിനകത്ത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂട്ടി പറയുന്നുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു പെൺകുട്ടി പാടത്തേക്കൂടെ നടന്നു പോകുന്നു, അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷ്വലുണ്ട്. അത് ചിലപ്പോൾ ശാന്തി യോശാനയിൽ നസ്രിയ നടന്നു പോകുന്ന ഒരു സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ മൂവീസിൽ പാടത്തേക്കൂടെ ആരെങ്കിലും മഞ്ജു വാര്യരോ അങ്ങനെ ആരെങ്കിലും നടക്കുന്ന ഒരു ഇതായിരിക്കാം. പക്ഷെ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് ആ ഇത് നമ്മുടെ മനസ്സിൽ ആ ഇമാജിനേഷൻ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്, നമ്മളെ അതുപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ആദ്യമേ മുതൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് പാടത്തേക്കൂടെ ഒരു പെൺകുട്ടി നടക്കുന്നു അല്ലെങ്കിൽ ഒരു മലാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം മനസ്സിൽ വരുന്നു. അപ്പോൾ അത് നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഇമാജിനേഷൻ പവറൊക്കെ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സയൻസിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരില്ലേ. ഇപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ വരുന്നതെന്നൊക്കെ. അപ്പോൾ ആ കുട്ടികളിലൊരു എന്താ പറയുക ഒരു ത്വര എന്താണ് എങ്ങനെയാണ് അതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്, സ്കൂളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സ്റ്റേറ്റ് ആൻഡ് സ്കൂൾ എന്ന് പറയുന്ന ഏജൻസീസിനെ കുറിച്ചാണ്. അപ്പോൾ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.